അങ്ങനെ ചിന്തിക്കാൻ തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടാകണം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്നാ ഖുർആൻ പറഞ്ഞത്. ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗം. ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനെയേ ചിന്തിക്കാൻ പറ്റൂ. തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ ഇത് പബ്ലിക്കിൽ പറയാൻ പാടുള്ളതാണോ അല്ലേ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ? ഏത് സന്ദർഭങ്ങളിലാണ് ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്? ഇത് പബ്ലിക്കായിട്ട് മൈക്ക് വെച്ചു വിളിച്ചു കൂവി ഇസ്ലാമിനെ ഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണ്? അതുകൊണ്ടല്ലേ നമുക്കെടുത്തത് വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഫതഹുൽ മുഈനിലൊക്കെ ഇതിനേക്കാൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള വസ്തുതകളുണ്ട്. അതൊക്കെ ഉസ്താദുമാര് പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അതിനെ എടുത്ത് വിമർശിക്കും. അപ്പൊ ഉസ്താദുമാർക്ക് ഇത് ഇവരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് തീർക്കാനുള്ള പ്ലാറ്റ്ഫോമും അതിനുള്ള ഗ്രന്ഥവുമായിട്ടാണ് ഇവര് കാണുന്നത്. ഹൂറികളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും ഇരിക്കുന്ന ബഹുത്ത് ബഡാ സാധനം അള്ളാഹു കൊണ്ടുവരുവാണ് നമുക്ക് വേണ്ടി മാത്രം. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഉസ്താദന്മാർ ഇതുകൊണ്ടൊന്നും അടങ്ങുമെന്ന് തോന്നണില്ല. അടുത്തത് ഇദ്ദേഹം തന്നെയാണ്. ആരെങ്കിലും തന്റെ ഭാര്യമാരെ പിൻഭാഗത്തുകൂടി പ്രവേശിപ്പിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവനെ കടാക്ഷിക്കുകയില്ല. അവന് മാരകമായ ശിക്ഷയായിരിക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും. അവൻ സ്ത്രീകളെ ഇങ്ങനെ വിളനിലവാന്നും പറഞ്ഞിട്ട് പാശ്ചാത്യന്മാരെ കാസറ്റ് എടുത്തിട്ടുണ്ട് വന്നിട്ട് തോന്നിയാസം കാണിച്ചാല് ഇവള് പിന്നെ തലാക്കാക്കാതെ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങളെ കറാഹത്ത്, എന്ത് വിഡ്ഢിത്തരം, എന്ത് മോശമായ ശൈലി, മോശമായ രീതി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേടിച്ച് വരണ്ട് ഓടി ഓടി വരുന്ന ഒരു ഭാഗത്ത് നബിതങ്ങൾ ഇതൊക്കെ ഈ ഹദീസൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മൂപ്പിലനാകപ്പാട് പേടിച്ച് വരണ്ട് ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹലകതു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ, ഞാൻ നശിച്ചു പോയി നബിയേ. എന്താ നിന്നെ നശിപ്പിച്ചു കളഞ്ഞത്? ആരാ നിന്നെ നശിപ്പിച്ചത്? എങ്ങനെ നീ നശിച്ചു? കണ്ടോ കണ്ടോ, അവർക്കൊന്നും ലജ്ജയില്ല. നമ്മൾ ചെയ്തൊരു പക്ഷെ തെറ്റായി പോയെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി ഇപ്പോഴേ അതിനുള്ള വഴി തിരക്കാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് പറഞ്ഞ മറുപടി എന്നറിയോ? നബിയേ, ഇന്നലെ രാത്രി എന്റെ വാഹനം